കിടക്കുമ്പോഴല്ലാതെ ബാക്കി സമയത്തെല്ലാം വിഗ് ഉപയോഗിക്കുന്ന ആളുകളാണ്. വിഗ് മാറ്റി ദൈവേ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവേ എന്ന് പറഞ്ഞു. തമിഴിലൊന്നും മറ്റേ അദ്ദേഹം ഈ രജനീകാന്തൊക്കെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഏത് വേഷം ചെയ്താലും അദ്ദേഹത്തിന് അനുഗുണം പറ്റിയ വേഷം അദ്ദേഹം ഏറ്റെടുക്കൂ. അതിൻ്റെ ഓടി നടന്ന് അഭിനയിക്കുന്നില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ സ്വന്തം ശരീരം മറ്റുള്ളവരെ കാണിക്കാൻ ഒരു മടിയില്ലതാനും. എൻ്റെ തല ഇങ്ങനെയാണ്, എൻ്റെ താടി ഇങ്ങനെയാണ്, എൻ്റെ രൂപം ഇങ്ങനെയാണെന്ന് കാണിക്കാൻ ഒരു മടിയില്ല. അതാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. അത് നിന്നോട് സാർ യോജിക്കുന്നു. നാളെ തൊട്ട് മമ്മൂട്ടി മോഹൻലാൽ വിഗൊന്നും ഇല്ലാതെ ഇറങ്ങി നടക്കുന്നതോട് സാർ യോജിക്കുന്നുണ്ട്. അതിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. രജനീകാന്തിൻ്റെ ശൈലിയാണ് നല്ലത്. അതാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ എന്നിട്ട് അഭിനയിക്കുമ്പം ഇങ്ങനെ ആകാമില്ലേ എന്നൊരു തോന്നലുണ്ടാകുമല്ലേ. മമ്മൂട്ടിയുടെ ഒരു പടം ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഇറങ്ങിയപ്പോൾ ഒരുപാട് വിഷയമായതാണ്. കാര്യം മമ്മൂട്ടി രൂപ അങ്ങനെയാണെന്നൊക്കെ പ്രേക്ഷകരും ഫാൻസുകാരും മൊത്തം ആളുകൾ സമ്മതിക്കുന്നില്ല. മമ്മൂട്ടി ഫാൻ സമ്മതിക്കുന്നില്ല. അതിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കും അവരൊന്നും അങ്ങനെ അല്ലാതെ കിടക്കുമ്പോഴല്ലാതെ ബാക്കി സമയത്തെല്ലാം വിഗ് ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മുടെ പല ആർട്ടിസ്റ്റുകളും, ആണുങ്ങളും പെണ്ണുങ്ങളും. അങ്ങനെ തന്നെ ആർക്കും മുടിയില്ലല്ലോ. നടന്മാർക്കാർക്കും ബഹുഭൂരിഷം മുടിയില്ല, പലർക്കും അങ്ങനെയാണ്. പിന്നെ ഈ മുടിയില്ലായ്മ കാണിക്കുന്ന ഒരു പ്രശ്നമില്ലെന്ന് ഒരു സിദ്ദിഖ് മാത്രമേ ഉള്ളൂ. സിദ്ദിഖ് കലാഭവൻ ഷാജോനും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കലാഭവൻ ഷാജോനും ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ മറ്റേ വിഗ് എടുത്തുകൊണ്ട് വരും. അങ്ങനെ കാണാറുണ്ട്. ഈ വിഗ് വെച്ച് അഭിനയിച്ചാലേ ശരിയാകുമെന്ന് തോന്നുന്നുണ്ടല്ലേ. സിദ്ദിഖിന് അങ്ങനെ സഭാകമ്പ പ്രശ്നം ഒന്നുമില്ല. അയാൾ നല്ലൊരു ആർട്ടിസ്റ്റ് അല്ലേ, ഏത് വേഷവും ചെയ്യും. അപ്പം അങ്ങനെ അല്ലാണ്ട് വേറെ ആരെയും ചുമ്മാ ഒരു കുസൃതി ചോദ്യം ചോദിക്കുക. സാർ ഒരു പക്ഷേ ഇവരുടെയൊക്കെ തനി സ്വരൂപം കാണാനുള്ള ഭാഗ്യം കിട്ടുന്നുണ്ട്. മമ്മൂക്കയുടെ മോഹൻലാലിൻ്റെ ആയാലും മുടിയില്ലാത്ത രൂപം കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? നമുക്കാണുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. ഞാൻ ഈ മമ്മൂക്കയല്ല മറ്റേ മോഹൻലാൽ ഒരാളെ പുള്ളിയുടെ തനി സ്വരൂപം കാണിച്ചു എന്ന് എൻ്റെ അടുത്ത് ആ ആൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പിറവത്തുള്ള ലാലു അലക്സ് ഞങ്ങളൊരു പടം കോതമംഗലത്ത് ചെയ്യുമ്പോൾ, അപ്പോൾ അത് സ്വയം ലാല് താൻ എന്നെ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ അല്ലേ എന്നാ കാണുക എന്ന് പറഞ്ഞോട്ടെ പേടിച്ചോടിക്കത്തെ മാറ്റി ദൈവേ എന്ന് പറഞ്ഞോണ്ട് കർത്താവേ എന്ന് പറഞ്ഞു ഓടി എന്ന് എന്നോട് ലാലു വർത്തമാനത്തിനിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. മോഹൻലാലിൻ്റെ പടത്തിൽ ഒത്തിരി പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അല്ല, ഈ വിഗ് ഇങ്ങനെ വയ്ക്കാൻ തുടങ്ങിയിട്ട് അധികകാലമായില്ല, 5-8 വർഷമേ ആയുള്ളൂ. അതിനു മുമ്പ് ലാലിന് മുടിയുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മമ്മൂട്ടിയുടെ ഒരു രക്ഷയില്ല. പുള്ളി സദാസമയവും വിഗിലാണ്. ഉറങ്ങാൻ നേരത്തായിരിക്കില്ല, വിഗുണ്ട്. അതിപ്പം ഒരു പാച്ച് വിഗാന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ കുറച്ച് മോഹൻലാലിൻ്റെ അടുത്തോളം കഷണ്ടി ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇനി ഒരിക്കലും ഒരു മലയാളി പ്രേക്ഷകർ അവരെ മറ്റേ ഒറിജിനൽ രൂപത്തിൽ ജീവിക്കാനൊക്കെയല്ലോ, അവർക്ക് ജീവിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, അംഗീകരിക്കുകയല്ല. അവർക്ക് കാണത്തില്ലേ രജനാദിനെ പോലെ വഴിയിലൊക്കെ നരച്ച താടിയിടക്ക് നടക്കാൻ ആഗ്രഹം കാണത്തില്ലേ? കാണുമായിരിക്കും നാട്ടുകാരൊക്കെ പേടിക്കാതെ. അപ്പോൾ ഈ നാട്ടുകാരായിരിക്കുമല്ലോ ഈ ഫേസ്ബുക്ക് കണ്ടിട്ട് ആളുകൾ എപ്പടി ഇത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അത് ക്രിയേറ്റ് ചെയ്തതാണെന്നാണ് പറയുന്നത്. ആ ഫോട്ടോ ആദ്യം കാണുമ്പോൾ സാറിനും ഇങ്ങനെയാണോ അതിന് മമ്മൂട്ടി രൂപ എന്ന് ചിന്ത വന്നായിരുന്നു മനസ്സിലാക്കി. എനിക്ക് തോന്നി എന്താ ഇങ്ങനെയൊന്നും. മമ്മൂട്ടിക്ക് പ്രായമായല്ലോ, പ്രായമായ മനുഷ്യൻ്റെ മുഖത്തിനും ശരീരഭാഗങ്ങൾക്കും എല്ലാം ചില ചേഞ്ചസ് വരില്ലേ. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഇവിടെ നോക്കിയാൽ അറിയാം നമുക്കിത്. ഈ പ്രായമായവരുടെ ഈ കഴുത്തെ നോക്കിയാൽ ഞൊറിയഴും പിന്നെ ഇവിടെ ഈ ഞരമ്പുകളുടെയൊക്കെ ചില ഇതൊക്കെ അറിയാം. അതൊക്കെ ക്ലോസിൽ അറിയാം പലപ്പോഴും.